നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെ പ്രവാസി മലയാളി മരിച്ചു. മലപ്പുറം താനാളൂർ പകരയിലെ പരേതനായ നന്ദനിൽ അലിയാമുട്ടി ഹാജിയുടെ മകൻ മൊയ്തീൻ കുട്ടിയാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ഷാർജയിൽ ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. വെള്ളിയാഴ്ച നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇദ്ദേഹം. പെട്ടെന്ന് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷാർജ അൽ ഖാസിമി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയിരുന്നില്ല. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി അറിയിച്ചിട്ടുണ്ട്. ഭാര്യ റുബീനയാണ്. മുഹമ്മദ് ഫായിസ്, ഫാത്തിമ റിഫ, മുഹമ്മദ് ഹിജാസ് എന്നിവർ മക്കളാണ്. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്നെത്തിയ പ്രവാസി ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുണ്ടായി. കണ്ണൂർ തെക്കി ബസാർ മസ്കർ വീട്ടിൽ KTP മുഹമ്മദാണ് മരിച്ചത്. 75 വയസ്സായിരുന്നു. നാട്ടിലും വിദേശത്തും വിവിധ വ്യവസായ സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ്. ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നും ദുബായിലേക്കുള്ള യാത്രക്കിടെ ശാരീരിക അസ്വസ്ഥതകൾ ഇദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിന് അസ്വസ്ഥത കൂടുകയും ഹൃദയാഘാതം മൂലം മരണപ്പെടുകയുമായിരുന്നുവെന്നാണ് വിവരം. ഭാര്യ KP ജമീല, മക്കൾ റിഫാസ്, റമീസ്, റിസ്വാൻ, റിയാസ എന്നിവരാണ്. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് ഖബറടക്കുമെന്ന് സാമൂഹിക പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ചെറുകുന്ന് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. അതേസമയം സൗദി അറേബ്യയിൽ മരിച്ച മലപ്പുറം സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു. പെരുവള്ളൂർ ചുള്ളിയാലപ്പുറം പുളിക്കത്തുമ്പയിൽ മുഹമ്മദ് ബഷീറിന്റെ മൃതദേഹമാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി തെക്ക് പടിഞ്ഞാറൻ സൗദിയിലെ ജിസാന് സമീപം ആർദയിൽ മറവ് ചെയ്തത്. ആർദ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ഉണ്ടായിരുന്ന മൃതദേഹം ആർദ റാജിഹി മസ്ജിദിലെ മയ്യിത്ത് സംസ്കാര ശേഷം അൽ ആർദ ഖബർസ്ഥാനിലാണ് മറവ് ചെയ്തത്. സ്പോൺസറും സ്വദേശികളും അടക്കം വിവിധ രാഷ്ട്രക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ധാരാളം പേർ പങ്കെടുത്തു. ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് കല്ലായിയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത്. ഖബറടക്കത്തിന് ജിസാൻ KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് കല്ലായി, സഹോദരന്മാരായ നാസർ, സലീം, മുജീബ്, ബന്ധുക്കളായ ഭാര്യ, സഹോദരൻ മൊയ്തീൻ കുട്ടി ചൊക്ലി, സഹോദരി, ഭർത്താവ് ഇബ്രാഹിം അൽബാഹ, ബന്ധുക്കളായ മുഹമ്മദ് അലി അഞ്ചാനം, ഇർഷാദ് എന്നിവരും ബാബ ഹാജി ഉള്ളണം, മുഹമ്മദ് ഷാഫി കൊളപ്പുറം തുടങ്ങിയവരും ജിദ്ദയിൽ നിന്നും ഖുൻഫുദയിൽ നിന്നും എത്തിയ ബന്ധുക്കളും സന്നിഹിതരായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.